ചേട്ടൻ പറഞ്ഞാ ഞാൻ വിശ്വസിക്കും. മേഘനെ, കരയല്ലേട്ടോ. ശാലു, പെണ്ണിനെയും ചെറുക്കനെയും വീട്ടിലേക്ക് സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയായല്ലോ? എല്ലാം റെഡിയാ ചെമ്മേ. പ്രിയംവദേ, ചേച്ചി, നോക്ക്, ആ കൂടത്തിന് പൂമാല ഇടാൻ മറന്നിരിക്കുന്നു. പെട്ടെന്നിട്. അരുണിമേ, രാഹുകാലം തുടങ്ങാറായല്ലോ, ഇതുവരെ ഇവരെ കാണാത്തതെന്താ? ഏട്ടത്തി വാ. ഹർഷണി, ഏട്ടനി ഏട്ടത്തി ഇവരോടൊന്ന് നിന്ന്. എന്താണ് അത്ര എളുപ്പത്തിൽ അകത്തേക്ക് കയറിയ ശരിയാവോ? ഇനി വേറെന്താ ചെയ്യണ്ടേ? അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഏട്ടനും ഏട്ടത്തിയമ്മയും ഒരാളുടെ പേര് മറ്റൊരാൾ പറഞ്ഞാലേ അകത്തേക്ക് വിടൂ. അതെന്തിനാണ്? അതാണ് റൂൾ ഏട്ടാ. പറഞ്ഞു കൊടുക്ക അച്ഛമ്മേ. ശരിയാടാ, ഒരാളുടെ പേര് മറ്റൊരാള് പറഞ്ഞാലേ ഞങ്ങൾ അകത്തേക്ക് കടത്തിവിടൂ. പറയേട്ടാ, 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 പറയേ. ഓക്കേ ഓക്കേ ഓക്കേ, ഞാൻ പറഞ്ഞോളാം.
എന്റെ ഭാര്യ മേഘനയോടൊപ്പമാണ് ഞാനിങ്ങ് വന്നിരിക്കുന്നത്. ഏയ് ഏട്ടത്തി, ഇനി ഏട്ടത്തി. ഞാൻ എന്റെ ഭർത്താവ് മിഥുൻ നന്ദന്റെ കൂടെയാണ് ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇനി രണ്ടുപേരും അകത്തേക്ക് പോക്കോളൂ. മോളെ മേഘനെ, നിന്റെ കാലുകൾ രണ്ടും ആ സിന്ദൂരം ചാലിച്ച വെള്ളത്തിൽ വെച്ച് നിന്റെ പാദമുദ്രകൾ ഈ വീട്ടിൽ പതിപ്പിക്കുമോളെ. ശരിയാ മോളെ, ചുവപ്പ് പ്രകാശത്തിന്റെ പ്രതീകം. ആ പ്രകാശപൂരിതമായ പാദങ്ങൾ ഭർത്താവിന്റെ വീട്ടിൽ പതിയുന്നത് ശുഭകരമാണ്. ഞാൻ അതുപോലെ ചെയ്യാ അച്ഛമ്മേ. എന്തൊരു അശുഭകരമായ കാര്യമായിപ്പോയി. നീ എന്തായി കാണിച്ചിരിക്കുന്നെന്ന് വല്ലതും മനസ്സിലാവുന്നുണ്ടോ മേഘനെ? എന്താ നിനക്ക് എപ്പോഴും വല്ലാത്തൊരു അശ്രദ്ധ? കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് കേറുന്ന നേരത്ത് ഫ്ലവർ വേസ് പൊട്ടിച്ച് അശുഭ സൂചനയാണല്ലോ തന്നേക്കുന്നത്. ഛേ, ഇപ്പൊ നീ ഈ വീട്ടിലേക്ക് കേറിയേ പറ്റൂ. പക്ഷെ ഈ കുപ്പിച്ചിലുകൾക്കിടയിലൂടെ എങ്ങനെയാ നീ കേറി വരിക? എല്ലാവരും ക്ഷമിക്കണം, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എല്ലാവരും എന്നോട് ക്ഷമിക്കും. എന്തും ചെയ്തിട്ട് ക്ഷമിക്കൂന്നൊരു വാക്ക് പറഞ്ഞ അശുഭം ശുഭമായിട്ട് മാറുമോ? നിലം പതിച്ച ആചാരം ദുർനിമിത്തങ്ങളുടെ സൂചനയാ. എന്താ ഇത്? ഒരു ചെറിയ കാര്യം എന്തിനാ ഇങ്ങനെ ഊതി വീർപ്പിക്കുന്നേ? അറിയാതെ പറ്റിയ തെറ്റല്ലേ, അപ്പൊ അതങ്ങ് പോട്ടേന്ന് വെക്ക്. ഞങ്ങൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാം, എന്നിട്ട് ഏട്ടത്തി കയറട്ടെ. അത് പാടില്ല മോളെ, ഇപ്പൊ നിലം തുടച്ച് വൃത്തിയാക്കിക്കൂടാ. പുതുമണവാട്ടി ഒരു പ്രാവശ്യം സിന്ദൂരം ചാലിച്ച വെള്ളത്തിൽ കാലുകുത്തിയ പിന്നീട് ചുവട് മുൻപോട്ടായിരിക്കണം, ഒരിക്കലും പുറകോട്ട് വയ്ക്കാൻ പാടില്ല. അത് അപശകുനമാണ്. ശരിയാ മോളെ, കേറി വരുന്ന കുടുംബത്തിനും അത് നല്ലതല്ല. അതൊന്നും ഓർത്ത് ആരും വിഷമിക്കണ്ട. ഈ കുടുംബത്തിലെ ആചാരങ്ങൾക്ക് ഞാൻ കാരണം ഭംഗം ഉണ്ടാവില്ല. ഞാൻ ജീവിക്കാൻ വേണ്ടി കയറി വന്ന വീട്ടിൽ അപശ്രുതി ഉണ്ടാവാനും അനുവദിക്കില്ല. ഇനി എന്നും ഞാൻ മുന്നോട്ടേ നടക്കും. അതെങ്ങനെയാ മേഘലെടുത്തി? നിലത്ത് മുഴുവൻ കുപ്പിച്ചിലാണല്ലോ. പ്രശ്നമല്ല വിവേ. എന്റെ അപ്പൂപ്പൻ എപ്പോഴും പറയാറുണ്ട്, ഭർതൃഗ്രഹത്തിലെ ആചാരങ്ങൾ ജീവനേക്കാൾ വലുതാണെന്നും ഭർത്താവുമൊത്തുള്ള ജീവിതം ഒരു നൂൽപ്പാല യാത്രയാണെന്നും. താഴെ
താഴെ വീഴാതെ ശ്രദ്ധിച്ച് നടന്നാൽ മാത്രമേ ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകാനാവൂ. അതിനിടയിൽ എന്ത് തടസ്സങ്ങളുണ്ടായാലും പിന്തിരിഞ്ഞോടാൻ പാടില്ല. വേണ്ട മേഘനെ, കുപ്പിച്ചില് കാലേ കയറും. സാരമില്ല മിഥുനേട്ടാ, ഞാനതൊക്കെ തരണം ചെയ്യും. കുപ്പിച്ചില്ലിന്റെ മീതെ നടന്ന് സാഹസം കാണിക്കാനുള്ള പുറപ്പാടാണെങ്കിൽ ആ കുപ്പിച്ചില്ലെങ്ങാനും കാലി കുത്തിക്കേറി നടുമുറ്റത്ത് രക്തം ചിന്തിയ അതും അപശകുനം തന്നെയാ. ഒരിക്കലുമില്ല. ഒരു തരത്തിലുള്ള അപശകനങ്ങളും ഉണ്ടാവാതെ, ഈ കുടുംബത്തിലെ ആചാരങ്ങൾക്ക് ഒരു ഭംഗവും സംഭവിക്കാതെ എനിക്ക് മുന്നോട്ട് നടക്കാനാവും. മേഘനെ, മേഘനെ, എന്തെങ്കിലും പറ്റിയോ? ഒന്നുമില്ല മിഥുനേട്ടാ. വാ, ഇതിലേക്ക് ഇരിക്കേ. സാരമില്ല മിഥുനേട്ടാ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. മേഘനെ, നീ അവിടെ ഇരിക്കേ. കാല് കാണിച്ചു. വേണ്ട ഏട്ടാ, മിഥുനേട്ടൻ എന്റെ കാലിൽ തൊടാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ, ഞാനും നോക്കട്ടെ. എവിടെ? അയ്യോ വേണ്ട ഏട്ടാ, പ്ലീസ്. സാരല്ലെന്ന് പറഞ്ഞില്ലേ, കാണിച്ചേ, നോക്കട്ടെ. അയ്യോ, സോ സോറി. സോറി മേഘനെ. എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇത് ചെറിയൊരു കുപ്പിച്ചില്ലല്ലേ, എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. ബേബി, ബേബി, മോളെ നീ ഒന്ന് എണീക്ക്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? എന്തിനാണ്? പൊയ്ക്കോടുന്ന് എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോരാ പറഞ്ഞേ. ബേബി, നിനക്ക് എന്താ പറ്റിയ? എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇതിൽ കൂടുതൽ ഇനി എന്ത് സംഭവിക്കാനോ? മമ്മി എന്നോട് എന്താ പറഞ്ഞേ? എന്നിട്ട് എന്താ ചെയ്തേ? നിനക്കെല്ലാം അറിയാലോ. പോവരുത്, ഇനി ഒരു അക്ഷരം പോലും മിണ്ടണ്ട. ദേഷ്യം കൊണ്ട് എന്റെ ദേഹം വിറയ്ക്കുവാ. മിഥുന്റെ മേഖലയുടെ കല്യാണം മുടക്കാന്ന് പറഞ്ഞിട്ട് അവളിപ്പോ അവന്റെ ഭാര്യയായിട്ട് അവിടെ വിലസുവാ. അവിടുത്തെ മരുമകളാവാനുള്ള എന്റെ മോഹം
ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീണു. ദ മോസ്റ്റ് ഹാൻസം മിഥുനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് മേഘനയെ അങ്ങോട്ട് കെട്ടിയെടുത്തപ്പോ മമ്മിക്ക് മതിയായി കാണുമല്ലോ. ഒടുവിൽ അവളുടെ കല്യാണം കൂടിയിട്ട് വെറും കൈയോടെ തിരിച്ചു വരേണ്ട ഗതികേടുണ്ടായത് എനിക്കും. ഇതിൽ കൂടുതൽ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂടി? എന്നാൽ ആവുന്നതൊക്കെ ഞാൻ ചെയ്തു നോക്കിയില്ലേ. ആ കല്യാണം മുടക്കി നിങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ എന്തൊക്കെ അഭ്യാസങ്ങളാ ഞാൻ അവിടെ കാണിച്ചേ. എന്നിട്ട് എന്ത് പ്രയോജനം? ഒടുവിൽ വാതൊക്കെ കൊണ്ട് കലോടച്ച് കളഞ്ഞില്ലേ. ബുദ്ധിയോടെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ ഉണ്ടാവായിരുന്നോ? ബേബി, പ്രതീക്ഷിച്ച പോലെയൊന്നും നടക്കാതെ പോയത് നമ്മുടെ ആരുടെയും കുഴപ്പമില്ലെന്ന് നിനക്കറിയില്ലേ. ആ മേഘനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തെങ്കിലും അവളെ ഇവിടുന്ന് ഓടിക്കാനായിരുന്നല്ലോ. ആ ജഗദീഷിനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ നോക്കിയേ. നിനക്ക് മിഥുനെ ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ മേഘനയും മിഥുനും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചതിന് ശേഷം അത് മുടക്കാൻ നോക്കിയേ. ആ വഷളൻ ജഗദീഷിനെ സപ്പോർട്ട് ചെയ്തത്. അവൻ മേഘനയുടെ ഒരു മോശപ്പെട്ട ഫോട്ടോയിൽ വന്ന് നിശ്ചയത്തിന് കുഴപ്പമുണ്ടാക്കാൻ നോക്കിയപ്പോഴും ഞാൻ അവന്റെ കൂടെ നിന്നത് നിന്നെ ഒരാളെ ഉദ്ദേശിച്ച് മാത്രല്ലേ. പക്ഷെ ഒന്നും വർക്ക്ഔട്ട് ആയില്ലടി. അതൊക്കെ പോട്ടേന്ന് വെക്കാം. പന്തലിരുന്ന മേഘനയെ മാറ്റി ആ സ്ഥാനത്ത് നിന്നെ കൊണ്ടുവന്നിരുത്താനായിട്ട് ഞാൻ എന്തൊക്കെ പാടുപെട്ടടി. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയേനെ. നമ്മുടെ കഷ്ടകാലം. ആ സമയം നോക്കി കറണ്ടും പോയി. കറണ്ട് അല്ല അവിടെ പ്രശ്നമായത്. മമ്മിയുടെ പ്ലാനിങ്സ് ഒന്നും ശരിയല്ലായിരുന്നു. ബേബി, കഷ്ടകാല സമയത്ത് തലയിൽ ഒരു മച്ചിങ്ങ വീണാലും മനുഷ്യന്റെ കഥ കഴിയോടി. നമ്മുടെ സമയം ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെ ആടി. ആ ദരിദ്രവാസി മേഘനയ്ക്ക് ഭാഗ്യം കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ല താനും. ആ വിധി എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എനിക്കിപ്പോ ഇതൊന്നും കേൾക്കണ്ട. മിഥുൻ എന്റെ കഴുത്തിൽ താലി കെട്ടുവന്നു, മമ്മി തന്നെ ആ കല്യാണം നടത്തി തരുന്നു. ഞാൻ വെറുതെ കുറെ നാൾ മോഹിച്ചു നടന്നു. ആ മോഹം പൊലിഞ്ഞെന്ന് മാത്രമല്ല, പട്ടിക്കാട്ടിന്ന് കേറി വന്ന മേഘന ആ കോടീശ്വരന്റെ മരുമകളുമായി. ഇനി ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം? ഇനി എനിക്ക് ജീവിക്കണ്ട. കൊന്നുകളാ, കൊന്നുകളാ മമ്മി. മമ്മിയുടെ കൈകൊണ്ട് എന്നെ കൊന്നുകളാ, കൊന്നുകളാ. ബേബി, ബേബി, നിനക്ക് വല്ല വട്ടം പിടിച്ചോടി. അതിനെ മാത്രം ഇപ്പൊ എന്ത് സംഭവിച്ചിട്ടാ? മിഥുൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിന്ന് കരുതി ഇന്ന് തന്നെ അവര് തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നില്ല. കേട്ടോടി? ശേഖരമ്മാവൻ എപ്പോ വന്നു? നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ മേഘനയുടെയും മിഥുന്റെയും കല്യാണം കഴിഞ്ഞില്ലേ. കോടീശ്വരന്റെ വീട്ടിലെ മരുമോളുമായി. മേഘനയുടെ മോഹവും അവളുടെ അപ്പൂപ്പൻ കണ്ട സ്വപ്നവും എല്ലാം നടന്നല്ലോന്ന് ഞാൻ പറയായിരുന്നു. ശരിയാണ് മോളെ, ഇതെല്ലാം നീ കാരണമാണ് നടന്നത്. അന്ന് അച്യുതൻ മരിച്ചതിന് ശേഷം മേഘനയുടെ കല്യാണം നടത്തിക്കൊള്ളാന്ന് പറഞ്ഞ് നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നപ്പോ എന്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളായിരുന്നു. പക്ഷെ നീ പറഞ്ഞതുപോലെ ചെയ്തു കളഞ്ഞില്ല മോളെ. നമ്മുടെ മേഘനയ്ക്ക് സാക്ഷാൽ ശ്രീരാമനെ പോലൊരു ഭർത്താവിനെ കണ്ടെത്തി അയോധ്യ പോലൊരു രാജകൊട്ടാരത്തിൽ അവളെ മഹാറാണിയാക്കിയില്ലേ മോളെ. ഇത് മതി മോളെ, നിനക്ക് കോടി പുണ്യം കിട്ടും. അച്യുതനെ പ്പോൾ ഏത് ലോകത്താണെങ്കിലും ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. നീ എല്ലാം കണ്ടല്ലോ. അയാള് വല്ലതും കേട്ടിരുന്നെങ്കിൽ പിന്നെ അത് മതിയായിരുന്നു. കക്ഷത്തിൽ ഇരുന്നതും പോയി ഉത്തരത്തിൽ ഇരുന്നത് കിട്ടിയൂല്ല എന്നുള്ള അവസ്ഥയായേനെ. ഇനി അയാളെങ്ങാനും കേട്ട് കാണുവോ? എന്നാ പണി പുറകെ വരുന്നുണ്ട്. എന്ന് വെച്ച് ബേബി, നീ കുറച്ച് ദിവസം കൂടെ ഒന്ന് ക്ഷമിക്കും മോളെ. എനിക്ക് വേണ്ടിയെങ്കിലും നീ ഒന്ന് അടങ്ങ് പൊന്നു മോളെ. ആ കിളവന്റെ കയ്യിലിരിക്കുന്ന ആസ്തി നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെ ഒന്നും മിണ്ടരുത്. കിട്ടിയ ശേഷോ ശരിക്കുള്ള കഥ തുടങ്ങുന്നേ. പ്ലീസ് ബേബി, പ്ലീസ്. മേഘനേട്ടത്തി എന്ത് സുന്ദരിയാണ് നോക്കിക്ക്. നിന്നെ ഈ കോലത്തിൽ കാണുമ്പോ എന്റെ കണ്ണേറ് തന്നെ കിട്ടുമെന്ന് ഓൾഡ് ഡയലോഗ്സ് ഒന്നും പറഞ്ഞേക്കല്ലേ. ഈ ഫസ്റ്റ് നൈറ്റിലും പുതുമയൊന്നും ഇല്ലല്ലോ അമ്മേ. അതും ഒരു ഓൾഡ് ആചാരമല്ലേ. വർത്താനത്തിന് അവൾക്ക് ഒരു കുറവുമില്ല. പണി നോക്കടി. പ്രിയമ്പതേ, മേഘനയെ ഒരുക്കി കഴിഞ്ഞു മോളെ.
ജോത്സര് കുറിച്ച മുഹൂർത്തം എടുക്കാറായിരിക്കുന്നു. എല്ലാം റെഡി അമ്മേ. ഉം. 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 ഒന്ന് വേഗം കൂട്ടിക്കൊണ്ടു വരണേ. ഉം. ഉം. ആഹാ, ചെറിയൊരു പൃഥ്വിരാജിന്റെ ലുക്ക് ഉണ്ടല്ലോ ഏട്ടാ. ഒരിക്കൽ താരാന്നും കൂടെ ഓർക്കണം. എങ്കിലേ അപരനെ കണ്ടെത്തിയതിന് സുപ്രിയോട് ഒരു ബൊക്കെ അയച്ചു തരാൻ പറയാം. ഹർഷിണി, പുതുമണവാളിനെ ഒരുങ്ങി കഴിഞ്ഞില്ലേ ഇതുവരെ? സമയമാവുന്നുണ്ട് കേട്ടോ. ഏട്ടൻ എപ്പോഴേ റെഡി അച്ഛമ്മേ? എന്നാ പിന്നെ വൈകിക്കുന്ന എന്തിനാ? വേഗം വിളിച്ചിട്ടോ. എനിക്കേട്ടാ എനിക്കേട്ടാ. വാ മോളെ. എന്താടാ ഏട്ടാ, ഇത്രയും നേരം ഈ കുടുംബത്തിലെ സകല ആചാരങ്ങളും അനുഷ്ഠിച്ചല്ലേ ഇപ്പൊ ഇവിടം വരെ എത്തിയത്. പക്ഷെ ഇപ്പോ ഇവിടെ ഒരവസാനത്തെ ആചാരം കൂടിയുണ്ട്. എന്താണ് നിന്റെ അവസാന ആചാരം? നീ തന്നെ പറ. ഏട്ടനെ ഏട്ടത്തിയമ്മേ മുറി കയറണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചില ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്. ഡിമാൻഡ്സോ? അതെ ഏട്ടാ, ആ ഡിമാൻഡ്സ് മീറ്റ് ചെയ്താലേ അകത്തേക്ക് പോകാൻ പറ്റും. ടാ, എന്താടാ ഇത്? മാറി നിൽക്കവിടുന്ന്. അച്ഛമ്മേ എന്തിനാ ഇപ്പൊ ഇടയ്ക്ക് കയറുന്നേ? ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കാനുള്ളതല്ലേ. ശരി, എന്താ നിങ്ങളുടെ ഡിമാൻഡ്? എനിക്ക് വലിയേട്ടന്റെ കാറ് മാത്രം മതി. കാറോ? കാറ് തന്നെ. ഇനി മുതൽ അത് എന്റെ കയ്യിലായിരിക്കും. ഇതേട്ടന്റെ കുഞ്ഞനീത്തിയുടെ ഡിമാൻഡ്. ശരി, എടുത്തു. എന്റെ ലൈൻ ക്ലിയർ. താങ്ക് യു വലിയേട്ടാ. ഹർഷിണി, നിന്റെ ഡിമാൻഡ് എന്താ? ഇപ്പൊ ഏട്ടന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ പേഴ്സോട് കൂടി എനിക്ക് തരണം. ശരി, എടുത്തു. താങ്ക് യു. അതെ, ക്യാഷ് മാത്രം എടുക്കാവുള്ളൂ, കാർഡൊന്നും തൊടാൻ പാടില്ല. ഓക്കെ ഏട്ടാ. ഇനി എന്തിനാ പേഴ്സ്? താങ്ക് യു. നിന്റെ ഡിമാൻഡ് എന്താണോ? വലുതായിട്ട് എന്തെങ്കിലും ചോദിച്ചോ? ഏട്ടന്റെ ഗസ്റ്റ് ഹൗസ് ഇല്ലേ, അത് നിനക്ക് എഴുതി തരാൻ വരാം. പറയടാ, നിനക്ക് എന്താ വേണ്ടേ? എനിക്കിപ്പോ ഒന്നും വേണ്ട വല്യേട്ടാ. അതെന്താടാ, ഈ ഡിമാൻഡ്സ് ഒക്കെ തുടങ്ങി വെച്ചത് നീയല്ലേ? എന്നിട്ടിപ്പോ നിനക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ? എടാ വിവേകെ, ഈ ചാൻസ് പിന്നെയും കിട്ടില്ല. വേണ്ടത് ചോദിച്ചോ. എനിക്കിപ്പോ ഒന്നും വേണ്ട വല്യേട്ടാ. അത് ഞാൻ സമയം വരുമ്പോ ചോദിച്ചു വാങ്ങിക്കോളാം. അപ്പൊ ഇല്ലാന്ന് പറഞ്ഞേക്കരുത്. നീ എപ്പോ എന്ത് ചോദിച്ചാലും ഈ വല്യേട്ടൻ ഇല്ലാന്ന് പറയില്ല. പ്രോമിസ്? പ്രോമിസ്. ഏട്ടത്തി, ഇനി ഞാൻ മിഥുനേട്ടന്റെ അനിയനല്ല, ഏട്ടത്തിയുടെ സ്വന്തം അനിയനും ഫ്രണ്ടുവാ.